Hi all, welcome to the next video of Bright to Success. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞു. ഏകദേശം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ അക്കൗണ്ടൻസി ഹാഫ് പാർട്ട് ഞാൻ നമ്മൾ ആൻസേക്ക് നോക്കി അക്കൗണ്ടൻസിയുടെ ബാക്കി പാർട്ട് ഉടനെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് പബ്ലിക് എക്സാമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക്. പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണ് +2 ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതാണല്ലേ. നമ്മൾ പ്രാക്ടിക്കൽ എക്സാം ഇതിന് മുമ്പ് മീൻസ് അക്കൗണ്ടൻസിയൊക്കെ സംബന്ധിച്ച് നമുക്ക് എന്തായിരിക്കും പ്രാക്ടിക്കൽ എക്സാമിന് വരുന്നത് എന്ന് പോലും ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. അപ്പം ഞാനായി കൂടിയും പ്രാക്ടിക്കൽ എക്സാം പബ്ലിക് എക്സാം വരുന്ന ടൈമിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എക്സാം വരുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ടൈമിലൊക്കെ ഞാൻ കരുതിയിരുന്നു എന്താണ് പഠിക്കാൻ പറ്റത്തില്ല, ഇത്രയും പ്രോബ്ലംസ് നമ്മൾ പഠിച്ച് ചെയ്തിട്ടുണ്ട്, അപ്പം തോറ്റു പോകും എന്നൊക്കെയുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. ബട്ട് നമുക്കത് എങ്ങനെ ഈസി ആയിട്ട് എഴുതാമെന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിളും പബ്ലിക് എക്സാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ് മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ പറയുന്നുണ്ട്. +2 പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഒക്കെ ഓരോ മാർക്കിന് എത്ര എഴുതണം, 2 മാർക്കിന് എത്ര എഴുതണം, അപ്പോൾ ടീച്ചേഴ്സ് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്. അതുപോലെ പിന്നെ എന്താണ് പാസ് മാർക്ക് എത്രയാണ്, A+ എത്രയാണ്, എത്ര മാർക്ക് കിട്ടിയാലാണ് A+ പാസ്സാവുകയൊക്കെ ചെയ്യുക. ഡബിൾ പാസ് ആയിട്ടുള്ളവരൊക്കെ +1 ഡബിൾ പാസ് ആയിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് അടുത്തതെന്ന് പറയുമ്പോൾ എന്താണ് നല്ല മാർക്ക് പബ്ലിക് എക്സാമിന് എങ്ങനെ നല്ല മാർക്ക് വാങ്ങാം, മീൻസ് ഇപ്പോഴേ എങ്ങനെ നമുക്ക് പഠിച്ച് തുടങ്ങി നല്ല മാർക്ക് വാങ്ങാം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് ഞാൻ +1 +2 അല്ലെങ്കിൽ ഞാൻ +2 പബ്ലിക് എക്സാമിന് ഈ ഒരു ടൈം ആയിരുന്നപ്പോഴുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അപ്പോൾ ഡേറ്റ് നോക്കി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പബ്ലിക് എക്സാം വന്നിട്ട് മാർച്ച് 5 തുടങ്ങുന്നത്. ഓക്കെ, മാർച്ച് 1 മുതൽ എക്സാം തുടങ്ങുന്നുണ്ട്. ബട്ട് നമുക്ക് കൊമേഴ്സുകാർക്ക് 5 എക്സാം വരുന്നത് അല്ലേ. അപ്പം 5 ട്യൂസ്ഡേ ആണ്. ഓക്കെ, ഏകദേശം ഗ്യാപ്പൊക്കെ ഉണ്ട്. ചില എക്സാംസിനൊക്കെ ഒരു ദിവസം മാത്രമാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ മോഡൽ എക്സാം ഫെബ്രുവരി 15 നെക്സ്റ്റ് മന്ത് 15-ാം തീയതി മുതൽ നമുക്ക് മോഡൽ എക്സാം തുടങ്ങുകയാണ്. ഓക്കെ, ആ ഒരു വീക്ക് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഫുൾ പോർഷൻ കവർ ചെയ്തിരിക്കണം. ഓക്കെ, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഇന്ന് മാത്രമേ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മോഡൽ എക്സാമിന് പഠിച്ച് തുടങ്ങാം. ഫൈനൽ എക്സാമിന് പഠിച്ചാന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ ജൂൺ 22 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും സ്കൂൾസ് അനുസരിച്ച് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടീച്ചേഴ്സിനെ കിട്ടുന്ന അനുസരിച്ചാണ് സ്കൂൾസ് എന്ത് ചെയ്യുന്നത് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഈ ലാബ്സൊക്കെ കമ്പ്യൂട്ടറൊക്കെ കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ 2 ദിവസമായിട്ടൊക്കെ ആയിരിക്കും എക്സാം നടത്തുന്നത്. ഓക്കെ, അപ്പം ഒരു ബാച്ച് റോൾ നമ്പർ അനുസരിച്ചൊക്കെ ആയിരിക്കും. ഇത്ര വരെ റോൾ നമ്പർ 22-ാം തീയതി, അടുത്ത റോൾ നമ്പർ 23-ാം തീയതി, അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് പറയാൻ പറ്റുന്നത് സ്കൂളിന് മാത്രമാണ് കേട്ടോ. ഇപ്പോൾ എന്താണ് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ജനുവരി 22 തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അടുപ്പിച്ച് വരുന്ന കുറച്ചൊരു ഏതെങ്കിലും ഡേറ്റ്സ് ആയിരിക്കും നമുക്ക് എന്താണ് പ്രാക്ടിക്കൽ എക്സാമിനായിട്ട് വരുന്നത്. ഓക്കെ, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി മീൻസ് എന്താണ് CAയുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പ്രാക്ടിക്കൽ എക്സാം എങ്ങനെയാണെന്നുള്ള കറക്റ്റ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വേഗം പോയിട്ട് നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഞാൻ പറയാനായിട്ടുള്ളത് നിങ്ങൾ പബ്ലിക് എക്സാമിനോ മോഡൽ എക്സാമിനോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഈ ഒരു +2 കഴിഞ്ഞ് നമുക്ക് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇപ്പം നിങ്ങൾ BCOMോ BBA ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതും ഇത് നമ്മൾ +2ൻ്റെ വളരെ സിമ്പിളായിരുന്നു, നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എപ്പം മനസ്സിലാവും, ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങളിപ്പോൾ 8 മാർക്കിന് എഴുതുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അവർ എഴുതുന്നത് 15 മാർക്കിനാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ 2 മാർക്കിന് നമ്മൾ എത്ര എഴുതും, 2 സെൻറ്റൻസ്. ഓക്കെ, 2 സെൻറ്റൻസ് എഴുതി എന്തെങ്കിലുമൊക്കെ വാരിവൽ ചെയ്ത് നമുക്ക് 2 മാർക്ക് ഉറപ്പാണ്. ബട്ട് എന്താണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് 2 മാർക്കിന് 4 പോയിൻറ്റ് 4 സെൻറ്റൻസ് ഒക്കെ വേണം, എന്നാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, മാക്സിമം ഇപ്പോഴും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് ഇപ്പോഴത്തെ പഠിച്ചങ്ങ് തീർക്കുക. ഓക്കെ,
അല്ലാണ്ട് ഇതിനെപ്പറ്റി ഓർത്ത് ബോധർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഏകദേശം പഠിക്കാൻ പറ്റുന്ന കുറച്ച് പോർഷൻസ് മാത്രമാണ് പ്ലസ് 1 പ്ലസ് 2 ഉള്ളത് അല്ലേ. ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, മോഡൽ എക്സാമിന് വേണം നിങ്ങൾ എന്ത് ചെയ്യാം, ഫുൾ പോർഷൻ കവർ ചെയ്താൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് പാസ്സാവേണ്ടവർക്ക് പാസ്സാവാനും A+ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ A+ കിട്ടാനും സാധിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നമ്മളെന്താണ് ഇന്ന് പഠിച്ചു തുടങ്ങി, മോഡൽ എക്സാമിൻ്റെ ടൈം നമ്മൾ പഠിച്ചു തീർക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു 5-ാം തീയതി നമുക്ക് ആദ്യത്തെ എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സാമിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് വിട്ടുപോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി നമുക്ക് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇത് ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്കറിയാം നമുക്ക് 6 സബ്ജക്റ്റ്സ് ആണുള്ളത്. ഓക്കെ, നമുക്ക് പ്ലസ് 2 കൊമേഴ്സുകാരെ സംബന്ധിച്ച് 6 സബ്ജക്റ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട് അല്ലേ, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ്, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പൊളിറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിൽ 4 ഏതെങ്കിലും ഒന്നായിരിക്കും ഉള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് അതിനുമ്പ് ഒരു കാര്യം പറയാം. മലയാളം, ഇംഗ്ലീഷ്, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇത്രയും സബ്ജക്ട്സിൻ്റെ ഈ 6 സബ്ജക്ട്സിൻ്റെ വീഡിയോ ആയിരിക്കും എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഈ 6 സബ്ജക്ട്സിൻ്റെ വീഡിയോ ആയിരിക്കും. ഏകദേശം ഒരുപാട് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 ഇയർ കൂടി ആവുന്നില്ല. ഓക്കെ, ഈ ചാനൽ വന്നിട്ട് 1 ഇയർ കൂടി ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് എന്താ പറയുക, നമുക്ക് ക്ലാസ്സിൻ്റെ കുറവുണ്ട്. ഓക്കെ, ഓരോ ചാപ്റ്ററും വലിയ ഡീറ്റെയിൽ ആയിട്ട് ഏകദേശം കുറേ ചാപ്റ്റേഴ്സൊക്കെ ഫുൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ പബ്ലിക് എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം, ബാക്കി കാര്യങ്ങൾ നോക്കാം. ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ച് നമുക്ക് പ്ലസ് 2 ബിസിനസ് സ്റ്റഡീസിൽ 11 ചാപ്റ്റർ അടുപ്പിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, 80 മാർക്കിനാണ് എക്സാം. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, പ്ലാനിങ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു 3 ചാപ്റ്റേഴ്സ് വളരെ വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പഠിക്കാം. ഞാൻ ഈ ഒരു എക്സാം ടൈമിൽ ഒരു മാർച്ച് ഫെബ്രുവരി ലാസ്റ്റൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. ഓക്കെ, ഞാൻ എക്സാം ടൈമിൽ ചെയ്തിരുന്നതായിരുന്നു, അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ലാസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അക്കൗണ്ടൻസി വരുന്നുണ്ട്. ഓക്കെ, അക്കൗണ്ടൻസിയിൽ 5 ചാപ്റ്ററാണ് നമുക്കുള്ളത്. 6 ചാപ്റ്റർ ഡിലീറ്റഡ് പോർഷനാണ്. വളരെ ഈസിയാണ് അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ. നമുക്ക് വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രീസിനാണ് നിങ്ങളെ കുറച്ച് കുഴപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് എക്സാം ടൈമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ വീഡിയോ. ദെൻ നെക്സ്റ്റ് വരുന്നത് AFS ഉണ്ട്, CA ഉണ്ട് അല്ലേ. CAക്കാർക്ക് 60 മാർക്കിനും AFSന് 80 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് അല്ലേ. അപ്പോൾ 40 മാർക്കിന് മാത്രമാണ് നമുക്ക് ഈ ഒരു അക്കൗണ്ടൻസി ഒരു 5 ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. ബാക്കി 20 മാർക്കിന് CAക്കാണെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് ചോദിക്കും. AFSനാണെങ്കിൽ ഈ AFSൽ നിന്നായിരിക്കും 40 മാർക്കിന് ചോദിക്കും. ഇവർക്ക് CAക്ക് 20 മാർക്കിന് മാത്രമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർക്കാണെങ്കിൽ 13 മാർക്കിന് ചാപ്റ്റേഴ്സ് അടുപ്പിച്ചുണ്ട് 80 മാർക്കിനാണ് എക്സാം. പിന്നെ എക്കണോമിക്സിൻ്റെ 10 ചാപ്റ്ററാണ്, മാക്രോന്നും 80 മാർക്കിനാണ്. പിന്നെ CAക്ക് 60 മാർക്കിനാണ് എക്സാം വരുന്നത്. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജ് 80, ഇംഗ്ലീഷ് 80. ഓക്കെ, ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ മാക്സിമം പ്ലസ് 1 മാക്സിമം മാർക്ക് സ്കോർ ചെയ്യേണ്ടിയിരുന്നത് പ്ലസ് 1 ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലസ് 2യുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, പ്ലസ് 2ൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും നമുക്കൊരു പാറ്റേൺ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് പ്ലസ് 2ൻ്റെ ഈ ഒരു ഇംഗ്ലീഷ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള ഒരിക്കലും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം നമുക്ക് ഒരുപാട് ഇയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 5 ഇയർ ആയിട്ട് നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഏകദേശം ഒരു പാറ്റേണൊക്കെ തന്നെയായിരുന്നു. ബട്ട് ഇപ്പോൾ 2-3 ഇയർ ആയിട്ട് നമുക്ക് ചേഞ്ചിങ് ആവുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ തൊട്ട് മുന്നത്തെ സീനിയേഴ്സിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലും നിങ്ങളായാലും കൂടിയും നിങ്ങൾക്ക് പറ്റത്തില്ല എഴുതാൻ പോലും. അത്രയ്ക്ക് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ ചെക്കിങ്, ലിബറലായിട്ടായിരുന്നു എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ലിബറലായിട്ടായിരുന്നു ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് 80 മാർക്കിനെന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, നമുക്ക് എത്ര മാർക്ക് കിട്ടിയാൽ പാസ്സാവും, എത്ര മാർക്ക് കിട്ടിയാലാണ് A+ നോക്കാം. പാസ്സാവാനായിട്ട് നമുക്ക് 80 മാർക്കിനാണെന്നുണ്ടെങ്കിൽ 24 മാർക്ക് വേണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്ലസ് 1 48 മാർക്കിന് മേളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 44 മാർക്കിന് മേളിലുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് 2ലും കൂടിയിട്ട് ഇപ്പോൾ പാസ്സാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോഴും പാസ്സാണ് പ്ലസ് 2ൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലസ് 1 പ്ലസ് 2ൻ്റെ എക്സാം എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ പാസ്സാവുന്ന ഡൗട്ട് വേണ്ട. കാരണം നിങ്ങൾക്ക് 48 എബോവ് ഉണ്ട്, പ്ലസ് 1 എബോവ് ഉണ്ടെങ്കിൽ അത് ബോധരേണ്ട ആവശ്യമില്ല.
പിന്നെ ഇവിടെ ആണെങ്കിലോ 18 മാർക്ക് വേണം പാസ്സാവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 36 മാർക്ക് നിങ്ങൾക്ക് +1 ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ, അത്രയും മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ അറിയേണ്ടത് A+ കിട്ടാനായിട്ട് 70 മാർക്ക് മതി. ഓക്കെ, 80-നാണെന്നുണ്ടെങ്കിൽ A+ ഇട്ടാൽ 70 മാർക്ക്, 10 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ 60-നാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 52 മാർക്ക് വേണം. ചിലപ്പോൾ ഉണ്ടല്ലോ 50 മാർക്ക് മതിയാവും, ബട്ട് ചിലപ്പോൾ 50 മാർക്ക് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ A+ 52 മാർക്ക് മുതലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 60-നാണെങ്കിൽ 52 മാർക്കും 80-നാണെങ്കിൽ 70 മാർക്കുമാണ് നമുക്ക് A+-നായിട്ട് ആവശ്യം. ഓക്കെ ആണല്ലോ. ദെൻ പ്രാക്ടിക്കൽ എക്സാമിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പ്രാക്ടിക്കൽ എക്സാം നമുക്ക് എങ്ങനെയാണ്, അക്കൗണ്ടൻസി സംബന്ധിച്ച് നമുക്ക് 40 മാർക്കിനാണ് പ്രാക്ടിക്കൽ എക്സാം. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് CAക്ക് 40 മാർക്കിന് തന്നെ. ഈ ഒരു 40 മാർക്ക് എങ്ങനെയാണ്, 20 മാർക്ക് +1-ലും 20 മാർക്ക് +2-ലും കൂട്ടി നമുക്ക് ഒരു ഇയറിലാണ് 40 മാർക്കിനാണ് ഒരു പ്രാക്ടിക്കലാണ് നടത്തുന്നത്. ഓക്കെ, അതിൽ 4 മാർക്ക് വന്നിട്ട് നമുക്ക് വരുന്നത് വൈവ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 4 മാർക്ക് വരുന്നത് റെക്കോർഡിൻ്റെ 4 മാർക്കാണ് വരുന്നത്. പിന്നെ ബാക്കി മാർക്കാണ് നമുക്ക് 32 മാർക്കാണ് നമുക്ക് ഈ ഒരു പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അക്കൗണ്ടൻസി പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ അന്നത്തെ വീഡിയോയിൽ നമ്മൾ CA പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ എക്സ്റ്റേണൽ വരുന്ന ടീച്ചറായിരിക്കും നമുക്ക് ടിക്ക് ചെയ്ത് തരുന്നത് ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, അക്കൗണ്ടൻസിയിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ഓക്കെ, 5 ക്വസ്റ്റ്യൻ ഉള്ളിൽ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം നമുക്ക് CAക്ക് വേറെ 2 ക്വസ്റ്റ്യനേ കാണത്തുള്ളൂ. HTML ഒന്നും, അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് C++ നിന്നൊന്നും അതാണ് വരുന്നത്. ചിലപ്പോൾ അതൊന്ന് SQL കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ SQL നിന്നൊന്നും അങ്ങനെ 3 ആയിരിക്കും വരുന്നത്. ഓക്കെ, മീൻസ് ഒരു പ്രോഗ്രാമിൽ നിന്നും 1 കൂടുതൽ വരത്തില്ല, ഒരെണ്ണമൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് കിട്ടിയിരുന്നത് മൈ സ്കൂൾ എന്ന് പറയുന്നത് ചെയ്യാനായിരുന്നു. പിന്നെ ഇവിടെ വന്നിരുന്നത് നമുക്ക് എന്തായിരുന്നു, ഇവിടെ C++ൽ വന്നിരുന്നത് ആദ്യത്തെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, നമുക്ക് എന്തായിരുന്നു, അഡീഷനെ പറ്റിയിട്ട് അങ്ങനെ എന്തോ ഒരു ഇതായിരുന്നു വന്നത്. SQL നമുക്ക് ആ ടൈമിൽ ഇല്ലായിരുന്നു, ഡിലീറ്റഡ് പോർഷൻ ആയിരുന്നു ആ ടൈമിൽ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയായിരുന്നു നമുക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് 2-നും 40-നും ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു അക്കൗണ്ടൻസിക്കും CAക്കും 40 ഉണ്ടായിരുന്നു. എന്നോട് വൈവ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമുക്ക് ഈ ഒരു മാർക്യൂ ടാഗിനെ പറ്റിയിട്ടാണ് എന്നോട് CAക്ക് വൈവ ചോദിച്ചിരുന്നത്. ഓക്കെ, മാർക്യൂ ടാഗ് എന്നല്ല എന്നോട് ചോദിച്ചത്, ഈ ന്യൂസിലൊക്കെ ഈ സ്ലൈഡ്, ഓക്കെ, ലെറ്റേഴ്സ് ടെക്സ്റ്റ് സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഏത് ടാഗാണ് യൂസ് ചെയ്യുന്നതായിരുന്നു ചോദിച്ചിരുന്നത്. ബട്ട് എനിക്ക് ആ ടൈമിൽ ആ ഒരു ആൻസർ അറിയത്തില്ലായിരുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു, ഡേറ്റ ടൈപ്സ് ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിയായിരുന്നു. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് ഏതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആ ഒരു ക്വസ്റ്റ്യൻ അറിയായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് 3 ക്വസ്റ്റ്യനും കണ്ടാൽ ചോദിക്കും. അതോടെ എക്സ്റ്റേണലിന് അനുസരിച്ചാണ് ഇരിക്കുന്നത്. ചിലവർ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചാൽ അറിഞ്ഞുകൂടെങ്കിൽ മാർക്ക് കട്ട് ചെയ്യും, ചിലർ 3 ക്വസ്റ്റ്യൻ വരെ ചോദിക്കും, അത് അറിഞ്ഞുകൂടെങ്കിലായിരിക്കും മാർക്ക് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അക്കൗണ്ടൻസിക്ക് എന്നോട് ചോദിച്ചത് എന്നോട് ഒരു പൈ ചാർട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ചാർട്ടിൻ്റെ നൈം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ചാർട്ടിന് ഇപ്പോൾ ഇതൊരു പൈ ചാർട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊരു പൈ ചാർട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ബ്ലോക്സിലായിരിക്കുമല്ലോ പൈ ചാർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൻ്റെ പേരെന്താണ്, ഈ ഒരു ഇതിന് എന്തെന്ന് പറയും, അതുപോലെ തന്നെ പിന്നെ എന്താണ് നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷൻ എന്തെന്ന് പറയും, അങ്ങനെയൊക്കെ ആയിരുന്നു എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. മീൻസ് ടീച്ചർ അടുത്ത് വന്നായിരുന്നു ആ ടൈമിൽ എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് നമുക്ക് പലപ്പോഴും നമുക്ക് അക്കൗണ്ടൻസി പ്രാക്ടിക്കൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, കാരണം എല്ലാം ഓരോന്നും എക്സ്റ്റേണലിൽ പ്രിഫർ ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻസിയും CAയും പ്രാക്ടിക്കലിനെ പറ്റി നിങ്ങൾ ഒരിക്കലും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മിക്ക സ്കൂൾസിലും മോഡൽ എക്സാം പ്രാക്ടിക്കലിൻ്റെ മോഡൽ എക്സാം നടത്താറുണ്ട്. അതിന് വരുന്ന സെയിം ക്വസ്റ്റ്യനാണ് നമുക്ക് എന്തിൽ വരുന്നത് പബ്ലിക് എക്സാമിന് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾസിൽ ഞാൻ പഠിച്ച ടൈമിൽ ഈ നമ്മുടെ സ്കൂളിലെ ടീച്ചറും കൂടിയിട്ട് നമ്മുടെ ലാബിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടീച്ചറും കൂടിയിട്ട് കുറച്ചും കൂടിയിട്ട് CAക്കൊക്കെ അറിഞ്ഞുകൂടാത്തവരൊക്കെ ഞാൻ ആദ്യം എനിക്കിപ്പോൾ എക്സാം ഹാളിൽ നിന്നും പ്രാക്ടിക്കൽ എക്സാം ഹാളിൽ നിന്നും ആദ്യം ഞാൻ ചെയ്തിട്ട് ഇറങ്ങിയത് ഞാനായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ചുമ്മാ കമ്പ്യൂട്ടറിൽ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് അവിടെ ആദ്യം എഴുതണം. ഓക്കെ, ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ തരുവാണ്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ടിക്ക് തരുവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾക്ക് കമ്പ്യൂട്ടർ ഒരിക്കലും ഓൺ ചെയ്ത് തരത്തില്ല. നമ്മളോട് എന്ത് പറയും, ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കോഡ് എഴുതിക്കൊണ്ട് വരാൻ പറയും. അപ്പോൾ നമ്മൾ എഴുതിക്കൊണ്ട് കൊടുക്കുന്നതിൽ 75% അല്ലെങ്കിൽ 60% ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് തരുന്നത്. ഓക്കെ, നമ്മൾ എഴുതുന്ന തെറ്റാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ പോലും ഓൺ ചെയ്ത് തരത്തില്ല. ഓക്കെ, അതുപോലെയാണ് അക്കൗണ്ടൻസിക്കും. ഓക്കെ,
അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് അതേപടി പഠിക്കുക. ടീച്ചേഴ്സ് ഏകദേശം എനിക്ക് തോന്നുന്നു സ്കൂൾസിലെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തരും ഈ ഒരു ക്വസ്റ്റ്യനാണ് വരാൻ പോകുന്നത്. പ്രാക്ടിക്കൽ എക്സാം ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. ഏകദേശം സ്കൂളിൽ പറഞ്ഞു തരാറുണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എന്ന്, ചാൻസ് ഷുവർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ് ഏകദേശം ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് വരാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് പബ്ലിക് എക്സാമിൻ്റെയും പ്രാക്ടിക്കൽ എക്സാമിൻ്റെയും ടൈം ടേബിൾ ജസ്റ്റ് നോക്കി പോകാം. നമുക്കറിയാം 5-ാം തീയതിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്തവർക്ക് നമുക്ക് കാര്യമില്ല. ദെൻ 7-ാം തീയതി മാത്സും തുടങ്ങുന്നുണ്ട്. പിന്നെ 14-ാം തീയതി മുതലാണ് മെയിൻ സബ്ജക്റ്റായി ബിസിനസ് സ്റ്റഡീസ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ടും ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 14-ാം തീയതി മുതലാണ് നമുക്ക് എക്സാം തുടങ്ങുന്നത് എന്ന് പറയാം അല്ലേ. ഇപ്പം ബിസിനസ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ഒരു ദിവസമാണ് 15-ാം തീയതി മാത്രമാണ് അവധി വരുന്നത് അക്കൗണ്ടൻസിക്ക്. ഓക്കെ, ബിസിനസ് സ്റ്റഡീസിന് തന്നെയാണ് നമ്മൾ എപ്പോഴും ബിസിനസ് സ്റ്റഡീസ് ആദ്യം നടത്തുന്നത് തന്നെയാണ് നമുക്ക് നല്ലതല്ലേ. നമുക്ക് ഒരുപാട് പഠിക്കാനായിട്ടുള്ള ബിസിനസ് സ്റ്റഡീസാണ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ആദ്യം നടത്തുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് ഒരു ദിവസത്തെ അവധിയുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കുന്ന ഒരു ദിവസം ധാരാളമാണ്. കൂടുതലിട്ടാൽ നമ്മൾ ഉറപ്പായിട്ടും മറന്നു പോകും പഠിച്ചതല്ല. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം കവർ ചെയ്ത് നമ്മൾ പഠിക്കുകയും ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്നത് 20-ാം തീയതി ഒരു ദിവസം ഇംഗ്ലീഷിന് അവധിയുണ്ട്. ഓക്കെ, അത് സാരമില്ല, നമ്മൾ വീഡിയോസൊക്കെ കണ്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടുമ്പോഴത്തേക്ക് തന്നെ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കും. ദെൻ നെക്സ്റ്റ് വന്ന് 22-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് എന്താണ് സമ്മർ കേട്ടുകൊണ്ട് പോയാൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എഴുതാനൊക്കെ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് 26-ാം തീയതി വന്നിട്ട് എക്കണോമിക്സ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് പബ്ലിക് എക്സാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന മോഡൽ എക്സാമാണ്. മോഡൽ എക്സാമിന് സ്റ്റാറ്റിസ്റ്റിക്സ് 15-ാം തീയതി രാവിലെയാണ്, ഉച്ചയ്ക്ക് ശേഷമാണ്. ദെൻ 16-ാം തീയതി നമുക്ക് ഗ്യാപ്പൊന്നുമില്ല. ഓക്കെ, നമുക്കിങ്ങനെ അടിച്ചടിച്ച് എക്സാം പോവുകയാണ്. 16-ാം തീയതി എന്ത് വരുന്നുണ്ട്, മാത്സ് എല്ലാം രാവിലെ മാത്സും വൈകുന്നേരം എക്കണോമിക്സും. പിന്നെ 19-ാം തീയതിയാണ് എക്സാം, രാവിലെ അക്കൗണ്ടൻസി പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. പിന്നെ എന്താണ് 20-ാം തീയതി രാവിലെ ഇംഗ്ലീഷും വൈകുന്നേരം സെക്കൻഡ് ലാംഗ്വേജുമാണ്. പിന്നെ വരുന്നത് ലാസ്റ്റ് ബിസിനസ് സ്റ്റഡീസാണ് 21-ാം തീയതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഒരുപാട് വീട്ടിൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു പോകാം കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് എക്സാമിൽ എത്ര മാർക്കായിരുന്നു, എങ്ങനെയായിരുന്നു പഠിച്ചത് എന്ന് കൂടി പറഞ്ഞു പോകാം. ഓക്കെ, അപ്പം ബിസിനസ് സ്റ്റഡീസിന് എനിക്ക് +1 95. ഓക്കെ, ഞാൻ ഇൻറ്റേർണലും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ പറയുന്നത്, സർട്ടിഫിക്കറ്റിൽ വരുന്ന മാർക്കാണ് വരുന്നത്. അപ്പോൾ +1 95, +2 100 ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു ബിസിനസ് സ്റ്റഡീസിനൊക്കെ. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ട സമയത്ത് എൻ്റെ വീട്ടിലായ കൂടി ഞാൻ പറയുമായിരുന്നു, എനിക്ക് ബിസിനസ് സ്റ്റഡീസ് ഒന്നും അറിയത്തില്ല, ഞാൻ പഠിച്ചിട്ടെല്ലാം മറന്നു പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ഒന്നും അറിയുന്നുണ്ടായിരുന്നു. കാരണം എന്താണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴത്തേക്കും അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മളത് മറക്കും. ആദ്യം പഠിച്ചത് നമ്മൾ മറക്കുമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ചാനലിൽ ഞാൻ ഉറപ്പായിട്ട് ഷുവർ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യും. ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആ ടൈമിൽ തന്നെ എന്താണ് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും അവർ തന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ പഠിച്ചിരുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് 8 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ ബിസിനസ് സ്റ്റഡീസിൽ. അത് ഉറപ്പായിട്ട് നമുക്ക് എന്തേ വരത്തുള്ളൂ, ഷുവർ ക്വസ്റ്റ്യനേ വരത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ മാക്സിമം പഠിച്ചിരുന്നത് ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് മാക്സിമം മാർക്ക്. അതുപോലെ തന്നെയാണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന രീതി അനുസരിച്ച് മാർക്ക് വരണം. അതെങ്ങനെ എഴുതാമെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് മാർക്കുണ്ട് കേട്ടോ. അതനുസരിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരാനായിട്ട് +2 വെയിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായിരുന്നു ഇത് ബിസിനസ് സ്റ്റഡീസ്. കാരണം ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആൻസർ ചെയ്യാറുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസിന്. ബട്ട് എന്താണ് പക്ക ഒരു ആൻസർ അല്ല എന്നെനിക്ക് ഫീൽ ചെയ്യും. ഞാൻ ഒരു കാര്യവും കാണാതെ പഠിച്ചുകൊണ്ട് അത് പക്ക അല്ല എഴുതിക്കൊണ്ടിരുന്നത്. എനിക്കപ്പോൾ വായിൽ വരുന്ന എന്തൊക്കെയാണോ അത് ഞാൻ കുറച്ച് ഭംഗിയായിട്ട് എഴുതുമായിരുന്നു. അവിടെയായിരുന്നു എനിക്ക് അവിടെ നിന്ന് അങ്ങനെയാണ് മാർക്ക് കിട്ടിയത്. ഓക്കെ, ദെൻ അക്കൗണ്ടൻസി വന്നിട്ട് എനിക്ക് +2 അക്കൗണ്ടൻസിക്ക് മാർക്ക് കുറവായിരുന്നു. ഓക്കെ, +1 എനിക്ക് A+ ഉണ്ടായിരുന്നു, എനിക്ക് മാർക്ക് കറക്റ്റ് ഓർമ്മയില്ല. +2 എനിക്ക് മാർക്ക് കുറവായിരുന്നു. 60-ന് എനിക്ക് 42 മാർക്കാണ്, 44 മാർക്കാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 60-ന് 44 മാർക്കാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, A മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഓക്കെ, അപ്പം അത് പോകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്നപ്പോഴത്തേക്കും ഞാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകുമായിരുന്നു. അതുപോലെ തന്നെ ട്യൂഷന് പോകുമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യത്തില്ലായിരുന്നു, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വലിയ കാര്യമാക്കത്തില്ല. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് സ്കൂളായാലും ട്യൂഷൻ അവരും വലിയ കാര്യമാക്കത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെന്തല്ല, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിക്കണം എന്നുള്ളത് വലിയ കാര്യമല്ല. ഓക്കെ, എക്സാമിന് തലേദിവസം പോലും ഞാൻ എന്ത് ചെയ്തു, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സാധനമേ നോക്കിയിട്ടില്ല. ഓക്കെ, അതിൻ്റെ എഫക്റ്റാണ് എൻ്റെ മാർക്കിൽ വന്നത്. ഓക്കെ, 44. കാരണം ഞാൻ ആ ഒരു
പോർഷൻ നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അതൊരു പോർഷൻ പഠിക്കാണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, മാർക്ക് ഇത് കമ്പ്യൂട്ടർ അക്കൗണ്ടൻസി എക്സാമിന് പോയത്. അതുകൊണ്ട് തന്നെയാണ് മാർക്ക് കുറഞ്ഞത്. ജസ്റ്റ് അത് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും എഴുതാം. ഇതിപ്പോൾ ഞാൻ നോക്കാണ്ട് പോയതുകൊണ്ടാണ് അവിടെ മാർക്ക് കുറഞ്ഞത്. പിന്നെ വരുന്നത് ഇംഗ്ലീഷിന് ഫസ്റ്റ് ഇയറിന് 90, സെക്കൻഡ് ഇയറിന് 90 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് കുറച്ച് നമ്മൾ ആ ഒരു ഇയറിലെന്ന് പറയുമ്പോൾ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം +2 സംബന്ധിച്ച് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എന്നിട്ടും എന്താണ് അതും ഞാൻ എന്താണ് +1 90 ഇല്ലായിരുന്നു എനിക്ക്. +1 ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് 90 വാങ്ങിയത്. ഓക്കെ, ഇംഗ്ലീഷ് കുറച്ച് ടഫായിരുന്നു. കാരണം മാർക്ക് കിട്ടാൻ ഏറ്റവും കൂടുതൽ ടഫും സബ്ജക്റ്റും ഇംഗ്ലീഷ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് ഇംഗ്ലീഷ് ടഫായിരുന്നു കുറച്ച്. അതുകൊണ്ട് +2 ഞാൻ മാക്സിമം പഠിച്ചു. ഓക്കെ, ഇപ്പോൾ +1 നമുക്ക് A+ കറക്റ്റ് A+ ആയതുകൊണ്ട് തന്നെ +2 ഫുൾ A+ വാങ്ങണം എന്നുള്ള എയിമോട് കൂടി ഞാൻ എന്ത് ചെയ്തു, ഫുള്ള് ഇംഗ്ലീഷിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു. എന്നിട്ടും എന്ത് സംഭവിച്ചു, ഇംഗ്ലീഷിന് മാർക്ക് A+നുള്ള മാർക്ക് കിട്ടിയും ബട്ട് എവിടെ പോയി, അക്കൗണ്ടൻസിക്ക് പോയി. ദെൻ നെക്സ്റ്റ് മലയാളം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് 100 on 100 ഉണ്ടായിരുന്നു. 2 ഇയറിലും 100 ഉണ്ടായിരുന്നു. മലയാളം നമുക്ക് വലിയ ഞാൻ പറഞ്ഞില്ലേ, സത്യം പറഞ്ഞാലും ഞാൻ മലയാളത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരേ ആൻസർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ആൻസറിൽ തന്നെ ഞാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ സെൻറ്റൻസൊക്കെ എഴുതി വെക്കുമായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് മലയാളം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം പേപ്പർ അനുസരിച്ച് മാർക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അറിയാനുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്ന് അറിയാനുള്ള എന്തെല്ലാമൊക്കെ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനായിട്ട് സംബന്ധിച്ചല്ലെങ്കിലും നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ അറിയാം അതൊക്കെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മലയാളത്തിന് മാക്സിമം മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എനിക്ക് എന്താണ് ഫസ്റ്റ് ഇയറിൽ 80ക്ക് 74 60ക്ക് ആയിരുന്നു അല്ലേ 54. ദെൻ സെക്കൻഡ് ഇയറിൽ എത്രയായിരുന്നു, സെക്കൻഡ് ഇയറിൽ 52 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ഇയറിൽ ഞാൻ 54 60 ആക്കാൻ പറ്റുമോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് നോക്കി. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്തപ്പോഴും എനിക്ക് എന്താണ് ഈ സെയിം മാർക്കായിരുന്നു ഉണ്ടായിരുന്നു. ഓക്കെ, +2 പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ചെയ്യാൻ പോയില്ല. നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യണം, ഡിഗ്രിക്ക് പഠിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ +2 ഡിഗ്രി എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യാനൊന്നും പോയില്ല. ഓക്കെ, അപ്പോൾ അത് ഇത്രയാണ് എൻ്റെ ഒരു എന്തെന്ന് പറയാം, എൻ്റെ ഒരു ഞാൻ പഠിച്ചിരുന്ന സമയത്തുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതൊക്കെയായിരുന്നു. ഞാൻ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച സബ്ജക്റ്റ് ആയിരുന്നു എന്താണ് എക്കണോമിക്സിൻ്റെ കാര്യം പറഞ്ഞില്ല. എക്കണോമിക്സിന് എനിക്ക് 2നും 100 on 100 ആയിരുന്നു ഉണ്ടായിരുന്നു. ഓക്കെ, +1 +2 100 on 100 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഞാൻ ഷുവർ ക്വസ്റ്റ്യൻ ആൻസർ റൈസ് പഠിച്ച് മാർക്ക് വാങ്ങിയ ആൾ തന്നെയാണ്. സത്യമായിട്ട് ഞാൻ ആവശ്യമില്ലാത്തൊന്നും പഠിക്കത്തില്ല. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട് എനിക്ക് തോന്നിയാൽ കൂടി ഞാൻ പഠിക്കത്തില്ല. കാരണം ഞാൻ ഷുവർ ക്വസ്റ്റ്യൻ മാത്രം മാക്സിമം പഠിച്ചു. അല്ലെങ്കിൽ റിപ്പീറ്റ് 2-3 നിങ്ങൾ അടുപ്പിച്ചുള്ള ഈ ഒരു 5 ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മറിച്ച് കണ്ടുപിടിച്ച് ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വാങ്ങാം എല്ലാ സബ്ജക്റ്റിലും 100. ഓക്കെ, അപ്പം അങ്ങനെയാണ് പലപ്പോഴും ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ പേപ്പർ പലപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വലിയ സംഭവമായിട്ടൊക്കെ തോന്നും +2 എക്സാം. ഒക്കെ ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഹൗ ടു റൈറ്റ് എക്സാം എന്നുള്ള ടോപ്പിക്കും കൂടി ഇതിൽ പറയണം ഇൻക്ലൂഡ് ചെയ്തെന്ന് വിചാരിച്ചും പഠിച്ചാൽ നമുക്കിപ്പോൾ തന്നെ 23 മിനിറ്റായി വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല ഞാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.